4.5 കിലോമീറ്ററുള്ള ഈ റോഡ് 5 കോടി രൂപ ചെലവഴിച്ചാണ് നവീകരിച്ചത്. തീരമ്പാറ, പിണ്ടിമന എന്നീ ഗ്രാമപഞ്ചായത്തുകളിലെ ജനങ്ങൾക്ക് ഏറെ ഗുണകരമാകുന്ന പദ്ധതിയാണ്. പ്രധാനപ്പെട്ട ഒരു വിനോദസഞ്ചാര കേന്ദ്രം കൂടിയാണ് ഭൂതത്താൻകെട്ട്. ആ ഭൂതത്താൻകെട്ടിലേക്കുള്ള ഒരു റോഡ് കൂടിയാണ്. വീതി വർദ്ധിപ്പിച്ച് നവീകരിക്കുകയാണ്. സമയബന്ധിതമായി നവീകരണ പ്രവൃത്തി പൂർത്തീകരിക്കണമെന്ന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരോടും കരാറുകാരോടും ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. പൊതുമരാമത്ത് വകുപ്പിന് 50% റോഡുകൾ 5 വർഷം കൊണ്ട് BMNBC ആക്കണമെന്നുള്ള ലക്ഷ്യം 4 വർഷം കൊണ്ട് തന്നെ പൂർത്തീകരിച്ച് ഇപ്പോൾ 60% PWD റോഡുകൾ BMNBC റോഡുകളായി മാറി. NH66 യാഥാർത്ഥ്യമാകാൻ വേണ്ടി പോകുന്നു. മലയോര ഹൈവേ കേരളത്തിലെ 13 ജില്ലകളിലൂടെ കടന്നു പോകുന്ന മലയോര ഹൈവേ, 9 ജില്ലകളിലൂടെ കടന്നു പോകുന്ന തീരദേശ ഹൈവേ, ഇതെല്ലാം യാഥാർത്ഥ്യമാകുന്നു. കൊച്ചി മൂന്നാർ ദേശീയപാത വികസിപ്പിക്കുന്നുണ്ട്. ഇങ്ങനെ സാധ്യമാകുന്ന എല്ലാ വികസന പ്രവർത്തനങ്ങളുമായി സർക്കാർ മുന്നോട്ട് പോകും. കോതമംഗലം മൂവാറ്റുപുഴ ബൈപ്പാസിന് DPR തയ്യാറാക്കുന്ന സന്തോഷം വരവും നിങ്ങളെ പ്രത്യേകം അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇങ്ങനെ സാധ്യമാകുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത്. ഈ നിയോജക മണ്ഡലത്തിൽ ബഹുമാനപ്പെട്ട MLA ശ്രീ ആന്റണി ജോണിന്റെ നേതൃത്വത്തിൽ ഈ 9-9.25 വർഷം ഒട്ടേറെ വികസന പ്രവർത്തനങ്ങളാണ് നടന്നത്. ഇപ്പോഴും MLA ഈ നിയോജക മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങൾ, ജനങ്ങളുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങളുടെ ക്രിയാത്മകമായ നിർദ്ദേശങ്ങളാണ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അതിന് പരിപൂർണ പിന്തുണ നൽകി പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് കൂടെ ഉണ്ടാകും.